ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടയ്ക്കക്കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒഴിച്ചു കറിയായി തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലിട്ട് പോകുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ 6 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും വലിപ്പത്തിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കറി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. നമുക്ക് മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വഴണ്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക് ഒന്ന് കോരി മാറ്റി കൊടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക എല്ലാം കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒന്ന് ചതച്ചെടുത്ത വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു സവാളയാണ്. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ പകുതി മതി. ഇതും കൂടെ അതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനൊരു ചെറിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ പകുതി മതിയാകും. ഇപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകും ഒരു 3 തണ്ട് കറിവേപ്പിലയാണ്. 3 ഇതൾ കറിവേപ്പിലയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വേണ്ട മസാലകൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കണം. വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളക്കയോട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തൊന്ന് താളിച്ചൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉള്ളിയും 2 വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ താളിപ്പൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.